റെയിൽവേ ബജറ്റ് കേരളത്തിന് 3795 കോടി രൂപ അനുവദിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ ബജറ്റിൽ കേരളത്തിന് 3795 കോടി രൂപ അനുവദിച്ചെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. UPA സർക്കാരിന്റെ കാലത്തേക്കാൾ ഏറെ പണം നൽകുമെന്ന് പറഞ്ഞ മന്ത്രി കേരളത്തിന് മികച്ച പരിഗണന നൽകുമെന്നും പറഞ്ഞു. സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതിയും മന്ത്രി വിശദമാക്കി. റെയിൽവേയുടെ പദ്ധതികൾ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടവയാണെന്നും ഭൂമി ഏറ്റെടുക്കലിനടക്കം സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ശബരി റെയിൽപാതയ്ക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചുവെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിന് മികച്ച പരിഗണനയാണ് നൽകിയിട്ടുള്ളത്. മംഗലാപുരം ഷൊർണൂർ 3ഉം 4ഉം പാതകളുടെ DPR നടപടികൾ പുരോഗമിക്കുന്നു. ഷൊർണൂർ കോയമ്പത്തൂർ 3ഉം 4ഉം പാതയുടെ ഫീൽഡ് സർവേ പൂർത്തിയായി. DPR നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞു. ഷൊർണൂർ എറണാകുളം 3ആം പാതയുടെ ഫീൽഡ് സർവേ പൂർത്തിയായി. DPR അന്തിമ നടപടികളിലാണ്. എറണാകുളം കായംകുളം 3ആം പാത ട്രാഫിക് സർവേ പൂർത്തിയായി. കായംകുളം തിരുവനന്തപുരം 3ആം പാതയുടെ ട്രാഫിക് സർവേ പൂർത്തിയായി. അലൈൻമെന്റ് പൂർത്തിയായിട്ടുണ്ട്. DPR ഉടൻ തയ്യാറാക്കും. തിരുവനന്തപുരം നാഗർകോവിൽ സർവേ നടക്കുകയാണ്. തുറവൂർ അമ്പലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിൽ സർവേ പൂർത്തിയായി. DPR തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ സുപ്രധാനമായ ശബരി പാതയ്ക്ക് എല്ലാ നടപടികളും പൂർത്തിയായി. അങ്കമാലി ശബരി പാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കൽ തുടങ്ങി. ഗുരുവായൂർ തിരുനാവായ പാതയുടെ നടപടികൾ ആരംഭിച്ചു. സ്ഥലം ഏറ്റെടുക്കലിൽ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ തേടിയിട്ടുണ്ട്. പദ്ധതിക്കായി 1975 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. റെയിൽവേ മേൽപ്പാലങ്ങൾ, അടിപ്പാതകൾ തുടങ്ങിയവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റെയിൽവേ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 105 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയും തേടിയിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കലിൽ സംസ്ഥാന സർക്കാരിന്റെ സഹകരണവും വേണം. മെട്രോമാൻ E ശ്രീധരനെ കണ്ടിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിലെ റെയിൽവേ വികസനങ്ങളെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ശ്രീധരന്റെ അതിവേഗ റെയിൽപാത സംബന്ധിച്ച ചോദ്യങ്ങളിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമായ മറുപടി നൽകിയില്ല.